അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അമലുകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കർമ്മങ്ങളിലൊക്കെ റമളാനിൻ്റെ ഒരു പ്രസരിപ്പ്, അത് നൽകുന്ന ഒരു ഊർജം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശ്യതയിലേക്ക് നമ്മളിങ്ങനെ ആകർഷിക്കപ്പെടുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുന്നാർ വസുഫിദത്തി ശയാത്തീൻ. റമളാൻ സമാഗതമാകുന്നതോടുകൂടി നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുകയും നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശ്യത, റമളാൻ അതിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ അനുഗ്രഹിച്ച, അത്രമേൽ കാരുണ്യത്തോടു കൂടി അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു വിരുന്നിലേക്ക്, അതിൻ്റെ ഒരു ആകർഷണീയത കൊണ്ട്, നമ്മളതിലേക്ക് ഇങ്ങനെ വശ്യത കൊണ്ട് നമ്മളതിലേക്ക് ഇങ്ങനെ അടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. നമ്മൾ റമളാനിനെ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് വെച്ച പോലെ തന്നെ റമളാൻ ഒരു വിശ്വാസിക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ഒരു വലിയ പടച്ചറബിൽ നിന്നുള്ള ഒരു വലിയ കാരുണ്യത്തിൻ്റെയും ഒരു സൗഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു അളവ് നമ്മൾ പുതിയൊരു റമളാനിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കവിതാശകലുണ്ട്. അതിങ്ങനെ വായിച്ചപ്പോഴാണ് പുതിയ റമളാനിലേക്ക് ഞാനൊക്കെയും എത്തിച്ചേരുമ്പോൾ എത്രത്തോളം സൗഭാഗ്യവാനാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൽ പ്രധാനപ്പെട്ട ആ കവി ഇങ്ങനെ പറയുന്നുണ്ട്, കംകുന്ത താരിഫു മിമ്മൻ സ്വാമ ഫി സലഫിൻ മിംബൈനി അഹ്ലിം വജീറാനിം വയഹ്വാനി. എത്ര വരെ നിനക്കറിയാം, കഴിഞ്ഞ വർഷം നിൻ്റെ കൂടെ നോമ്പെടുത്ത, നമ്മളൊക്കെയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം നോമ്പെടുത്ത, ഒരുമിച്ച് ഒരേ സഫിൽ തറാവീഹ് നമസ്കരിച്ച, ഇഫ്താറിലൊക്കെ ഒരുമിച്ചിരുന്ന എത്ര പേരെ നമുക്കറിയാം, ഇന്ന് എത്ര പേര് നമ്മോടൊപ്പം ഉണ്ട്. അഫ്നാഹുമുൽ മൗത്ത്, അവരൊക്കെയും മരണം വിധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെയൊക്കെയും മരണം കൊണ്ടുപോയിരിക്കുന്നു. വസ്തബ്ഖാക ഹയ്യൻ ബഅദഹും, അഥവാ നിന്നെ മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു റമളാനിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്കിയാക്കി, ജീവനോടുകൂടി ബാക്കിയാക്കി എന്നുള്ളത് നമുക്ക് ലഭിച്ചൊരു വലിയ അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു റമളാൻ കൂടി നമ്മിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാനുള്ള ഒരു വലിയ അവസരമാണ്. നമ്മുടെ തൗബ കൊണ്ട്, നമ്മുടെ കണ്ണീര് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ സുജൂദുകൾ കൊണ്ടൊക്കെ അള്ളാഹുങ്കിലേക്ക് അടുക്കാനും മഗ്ഫിറത്തും റഹ്മത്തും നേടാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടിയാണ് നമുക്ക് വന്നു ചേരുന്നത്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് റമളാൻ നമുക്ക് വശ്യ മനോഹരമായി തീരും. തീർച്ചയായും. അതായത് നമ്മൾ ഈ റമളാൻ ഒന്നുകൂടി അനുഭവിക്കുക, നമ്മുടെ ആയുസ്സിൽ ഒരു റമളാനിലേക്ക് കൂടി നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറഞ്ഞു വെച്ച പോലെ തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ നടന്നൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരേ സ്വഹാബിമാർ, അവർ രണ്ടുപേരും ഒരുമിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. അവർ ജീവിക്കുന്ന കാലത്തിടത്തോളം ഒരുപോലെ അമലുകൾ ചെയ്യുന്നു. പക്ഷെ അതിലൊരാൾ ഒരു യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുന്നുണ്ട്. മറ്റൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു വർഷം കൂടി ജീവിക്കാൻ അവസരം കിട്ടുകയും അദ്ദേഹം പിന്നീട് സ്വർഗത്തിൽ ഈ ഷഹീദിനേക്കാൾ ദറജ ഉയർത്തപ്പെടുന്നൊരു കഥ റസൂലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ ഒരു വ്യാഖ്യാനം റസൂലിനോട് ആരാഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, അദ്ദേഹത്തിന് ഈ ഷഹീദിനേക്കാൾ ഒരു റമളാൻ കൂടുതൽ ജീവിക്കാൻ സാധിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ അമലുകൾ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അദ്ദേഹം കഴുകിക്കളഞ്ഞു. അദ്ദേഹം കൂടുതൽ അള്ളാഹുവുമായി നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും അടുത്തു. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഒരു ഷഹീദിനേക്കാൾ ഈ ഒരു നോമ്പുകാരന്, അല്ലെങ്കിൽ സ്വാഹിബ് റമളാനിന് സ്വർഗത്തിലെ ദറജ ഉയർന്നു കിട്ടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തന്നെ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം റമളാനിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം പ്രധാനമാണ്. അവൻ്റെ ജന്നാത്തിലെ ദറജകൾ ഉയർത്തുന്നതിൽ, അള്ളാഹുമുള്ള സാമീപ്യത്തിൽ, അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിൽ റമളാൻ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോട് കാണണമെന്നത് ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമിൽ നമുക്കറിയുന്ന പോലെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇസ്ലാം മഹത്വപ്പെടുത്തിയ ഒരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത്രത്തോളം ഇസ്ലാം പവിത്രമാക്കിയ, അതായത് ശുഹദാക്കളെ അവരെ കുളിപ്പിക്കാതെ തന്നെ അവരെ മറവ് ചെയ്യാനും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം മൂല്യമുള്ള ഷഹാദത്തിന് മുകളിൽ റമളാനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് അതിൽ തന്നെ കൃത്യമായി മനസ്സിലാവുന്നതാണ്. റമളാനെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെ നമ്മൾ ആഘോഷിക്കുന്നത് പ്രധാനമായിട്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക്, അവൻ്റെ ദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ കലാം, സൃഷ്ടാവിൻ്റെ കലാം സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ.
ആ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നുള്ള അർത്ഥത്തിൽ റമദാൻ വലിയ മഹത്വം നൽകപ്പെടുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു മാസം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഖുർആനെ കൂടി നെഞ്ചിലേറ്റുന്ന ഖുർആനിൻ്റെ ഒരു വസന്തകാലമായിട്ട് റമദാൻ മാറുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഹൈറും മിൻ അൽഫി ഷഹർ. ഖുർആൻ ഇറങ്ങിയ ആ രാവ് ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് പറയുന്ന രൂപത്തിൽ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ റമദാനും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാനിൽ നമ്മൾ ഒരുപാട് ഖുർആൻ, അതേപോലെ തന്നെ നോമ്പ്, ഈത്തിക്കാഫുകൾ, ഇതെല്ലാം പറയുന്നിടത്തോളം ആ കാര്യത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് റമദാൻ ചരിത്രപരമായി നമ്മൾ വായിക്കുമ്പോൾ റമദാൻ എന്തായിരുന്നു, അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു നിലനിൽപ്പിൽ, മുസ്ലിം ഉമ്മത്തിൻ്റെ വികാസത്തിൽ റമദാൻ എന്ന മാസത്തെ നമ്മൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ എവിടെ സ്ഥാനപ്പെടുത്തണമെന്നൊരു വായന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത് റമദാൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ഹിജറ 2-ാം വർഷമാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത്. ആ ഹിജറ 2-ാം വർഷത്തിൽ റമദാനിലാണ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ നിലനിർത്തിയ ബദർ യുദ്ധ വിജയം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് മക്കം ഫത്ത് സംഭവിക്കുന്നത് റമദാനിലാണ്. പിന്നീട് ഇസ്ലാമിൻ്റെ ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ, കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചടക്കുന്നത്, അതുപോലെ തന്നെ ഐനുൽ ജാലൂത്ത് യുദ്ധം, ഇങ്ങനെ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിയാൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ സാധ്യമാക്കുന്നത്, അതായത് ഞാൻ പറയുന്നത് ഈ സൗമ് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഖുർആൻ പാരായണം എന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന കുറേ മൂല്യങ്ങൾ അതിനെ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിൽ റമദാന് ചരിത്രപരമായി വലിയൊരു പങ്ക് റമദാൻ വഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ റമദാനിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു മഹത്വത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന, നമ്മൾക്ക് എത്താൻ കഴിയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അത് ബദർ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കത് ആ പോയിൻ്റ് എന്നുള്ളത് അത് റമദാൻ്റെ ഒരു സാമൂഹികതയാണ്. നമ്മൾ പലപ്പോഴും കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴാണ് ഫലസ്തീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ട് തുടങ്ങിയത് റമദാനിലായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ തറാവീഹ് നമസ്കരിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ചും റമദാൻ്റെ അവസാനത്തെ 10കളിൽ അവസാനത്തെ ആ വിത്തറിൻ്റെ കുനൂത്തിലൊക്കെ ഇങ്ങനെ മുഴുകുമ്പോൾ ഇമാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും, അള്ളാഹു മൻസുൽ മുസ്ലിമീന ഫി ഫിലസ്തീൻ, അള്ളാഹു മൻസുറുഹും വലാ തൻസുർ അലൈഹിം, അള്ളാഹു മക്കുൻ മാഹും വലാ തക്കുൻ അലൈഹിം. ഇങ്ങനെ ഇമാം ഇങ്ങനെ കുനൂത്തിൽ ഇങ്ങനെ ഘോരഘോരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഇത് കേട്ടിട്ട് നമ്മുടെയൊക്കെ ഉപ്പമാർ, സഹോദരങ്ങളൊക്കെ കരയുന്നത് നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹികതയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു മാസമാണ്. കാരണം നമ്മുടെയൊക്കെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല അത്തരമൊരു കൂട്ടായ പ്രവർത്തനത്തിൽ ഒരുപാട് വലിയ പ്രതിഫലം നൽകുന്നുള്ള ഉദാഹരണമാണ്. കാരണം നമ്മൾ റമദാനിൽ ഒരുപാട് വ്യക്തിപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇഅ്തികാഫിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇഫ്താറുകളിലൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോമ്പെടുത്തുകൊണ്ട് ഒട്ടിയ വയറിൻ്റെ വിശപ്പ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഫലസ്തീൻ ജനതയോടും അതുപോലെ തന്നെ ഇസ്ലാമിക മാർഗത്തിലെ പ്രവർത്തകരോടൊക്കെ നമ്മൾ താദാത്മ്യം പ്രാപിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ റമദാൻ്റെ സാമൂഹികത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആ റമദാൻ്റെ ഒരു ചരിത്രപരമായ മഹത്വത്തെ വായിക്കുന്നതോടൊപ്പം തന്നെ റമദാനിലെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് മുതലെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുക. അതിലിപ്പോൾ എല്ലാ ഇബാദത്തുകൾക്കും ഒരു സാമൂഹികമായിട്ടൊരു സാക്ഷാത്കാരം ഉണ്ടെന്ന് നമ്മൾ പറയാം. ഇപ്പോൾ നിസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ അത് നമ്മളെ അച്ഛതകളിൽ നിന്ന് വിട്ടു നിർത്തുന്നതാണ് പറയാം. അപ്പോൾ റമദാന് ആ അർത്ഥത്തിലൊരു സാമൂഹിക വിഭാവന ഉണ്ട്. അപ്പോൾ റമദാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ റമദാൻ ഒരു പോരാട്ടത്തിൻ്റെ കൂടി മാസമാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സാമൂഹികമായൊരു വിഭാവന കൂടി റമദാൻ സാധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് യാ യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമ, അതേ പ്രയോഗം തന്നെയാണ് കുത്തിബ അലൈക്കുമുൽ ഖിതാൽ എന്നിടത്തും പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. അപ്പോൾ കുത്തിബ എന്ന് പറയുമ്പോൾ നിർബന്ധമാക്കപ്പെട്ട, അവരുടെ മേൽ യാതൊരു ഓപ്ഷനും ഇല്ലാതെ അവർ അനുഷ്ഠിക്കൽ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. അത് രണ്ടും ഒരേ പ്രയോഗമായിട്ടുണ്ട്. റമദാനെക്കുറിച്ച് റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നതും അതോടൊപ്പം ദൈവിക മാർഗത്തിലുള്ള യുദ്ധത്തെയും ഒരുപോലെയാണ് അവിടെ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സിനോട്, നമ്മുടെ ഇച്ഛകളോട്, പൈശാചികമായ നമ്മുടെ പ്രേരണകളോടൊക്കെയാണ് നമ്മൾ അതിലൂടെ പോരാടുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് വേണ്ടിയാണ്, ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്, ദീനിൻ്റെ ശത്രുക്കളോടാണ്. എന്നാൽ ഈ സിയാം എടുക്കുന്നതിലൂടെ കുത്തിബ അലൈക്കുമു സിയാം എന്ന കൽപ്പന നമ്മൾ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിലൂടെ നമ്മൾ തെക്കുവയാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതേസമയം ഖിതാലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ഷഹാദത്താണ്. അപ്പോൾ അർത്ഥത്തിൽ ഇത് രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നുള്ളതാണ്.
പിന്നെ അവിടെ ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ, വീഡിയോകൾ, ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടു. ഫലസ്തീനിൽ തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നുകൊണ്ട്, തകർന്നു വീണ സ്വപ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, വീടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി, ആത്മനിർവൃതിയോടുകൂടി നോമ്പ് തുറക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർക്ക് ആ രൂപത്തിലൊരു ഈമാനികവും ആത്മീയവുമായ ശക്തി ലഭിക്കുന്നത് അവരുടെ തഖ്വ കൊണ്ടാണ്. അപ്പോൾ എന്താണ് ആത്യന്തികമായി റമദാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? എന്താണ് റമദാൻ നമ്മെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? എന്താണ് റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ അത് തഖ്വയാണ് എന്നുള്ളതാണ് നമുക്കതിനുള്ള മറുപടി. തഖ്വയെക്കുറിച്ച് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു നിർവചനം, നമ്മുടെ ഒരു വഴി, ദുർഘടമായൊരു വഴി, കല്ലും മുള്ളും പ്രയാസങ്ങളും നിറഞ്ഞ, ഏതൊരാളും പോകാൻ വളരെ കഷ്ടപ്പെടുന്നൊരു വഴി, ആ വഴിയിലൂടെ ഓരോ കാൽപാദവും എടുത്തു വെക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കാലിലുള്ള വസ്ത്രം മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഓരോ കാലടി വെക്കുന്ന അത്രമേൽ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ തഖ്വ. ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, രൂപങ്ങളിലല്ല, പുറത്തുള്ള ഭാവങ്ങളിലല്ല, നമ്മുടെ ചിന്തകളിലൊന്നുമല്ല, മറിച്ച് അത്തഖ്വ ഹാഹുന എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ പാർത്ഥത്തിൽ നമ്മുടെ തഖ്വയെ പരിപോഷിപ്പിക്കുന്ന അതിനെ ലക്ഷ്യമായിട്ടാണ് റമദാനും നോമ്പൊക്കെ അള്ളാഹ് നിർബന്ധാക്കിയിട്ടുള്ളത്. ഇപ്പോൾ റമദാൻ്റെ ഒരു ലക്ഷ്യത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, റമദാനിൻ്റെ ലക്ഷ്യമായിട്ട് തഖ്വയെ പരിചയപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്കൊരു കഥ വരികയാണ്, ഒരു ഉറുദു കഥ. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു കഥയാണ്. അതിലൊരു സാത്വികനായ പണ്ഡിതനോട് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കുച്ച് നസീഹത്ത് കീജിയ, അല്ലയോ പണ്ഡിത, താങ്കൾ എനിക്ക് കുറച്ച് നസീഹത്ത് തരണം, കുറച്ച് ഉപദേശങ്ങൾ എനിക്ക് നൽകണം. അപ്പോൾ ഇദ്ദേഹത്തോട് ആ പണ്ഡിതനൊരു മറുചോദ്യം ചോദിക്കുകയാണ്, ഖബി ഭർത്തൻ ദോയഹെ, താങ്കൾ എപ്പോഴെങ്കിലും പാത്രം കഴുകിയിട്ടുണ്ടോ? ഒരു മറുചോദ്യം കേട്ട ഒരു അമ്പരപ്പോട് കൂടി അദ്ദേഹം പറഞ്ഞു, ജി ദ്വയഹെ, അതെ, ആ യുവാവിൻ്റെ ഒരു മറുപടിയാണ്, ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട്. ആ സാത്വികനായ പണ്ഡിതൻ ആ യുവാവിനോട് ചോദിച്ചു, ക്യാ സീക്ക, താങ്കൾ ആ പാത്രം കഴുകുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് എന്താണ് പഠിച്ചത്? എന്താണ് താങ്കൾക്ക് ലഭിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇത് കേട്ട ആ യുവാവ് പറഞ്ഞു, സീഖ്നെ കെ ലിയെ ക്യാ ബാത് ഹെ, പ്രത്യേകിച്ച് പാത്രം കഴുകുക എന്നുള്ള പ്രവർത്തനത്തിൽ നിന്ന് എന്താണ് ഒരു മനുഷ്യന് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരുവിനോട് മറുപടി കൊടുക്കുന്ന ഒരു യുവാവിനെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവസാനം ഈ സാത്വികനായിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം ഈ യുവാവിന് കൊടുക്കുന്ന ഒരു വലിയ ഉപദേശമുണ്ട്. നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ പാത്രത്തിൻ്റെ പുറത്തേക്കാൾ ഉപരി നമ്മൾ ആ പാത്രത്തിൻ്റെ അകമാണ് കഴുകാൻ ശ്രമിക്കുക. കാരണം എന്നാലേ നമുക്ക് ആ പാത്രം പിന്നെയും ഉപയോഗിക്കുമ്പോൾ, കാരണം നമുക്ക് പാത്രത്തിലേക്ക് എന്തെങ്കിലും നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ കറകളൊക്കെ മായ്ച്ച് അതിനുള്ളിലെ കറകളൊക്കെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി വീണ്ടും നമുക്ക് നിറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് റമദാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വളരെയധികം ബന്ധപ്പെടുത്താൻ കഴിയുന്നൊരു കഥയാണ്. അഥവാ നമ്മുടെയൊക്കെ റമദാൻ എന്നുള്ളത് നമ്മൾ ഈ പാത്രമാണെങ്കിൽ നമ്മുടെ പുറംമോടികളെ നന്നാക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും റമദാനാകുമ്പോൾ വീടകങ്ങൾ വൃത്തിയാക്കാറുണ്ട്, വീടിന് അകവും പുറമൊക്കെ വൃത്തിയാക്കാറുണ്ട്, ഒരു നനച്ചുകുളിക്ക് നമ്മൾ പലപ്പോഴും നിൽക്കാറുണ്ട്. എന്നാൽ ഈ നനച്ചുകുളിയും ഈ അകം ശുദ്ധീകരണവും ഒക്കെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്വഭാവത്തിനുള്ളിലാണ് എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും റമദാൻ മോഡ് ആവശ്യപ്പെടുന്നതാണ് ഉള്ളിൽ ശുദ്ധീകരിക്കുക. നേരത്തെ പറഞ്ഞ തന്നെ ഖുറാനിൽ, അതായത് റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ചില ആരാധന കർമ്മങ്ങളുണ്ട്. വിശുദ്ധ ഖുറാൻ പാരായണം, പ്രധാനമായിട്ട് നോമ്പ്, ഇത്തികാഫ്, ഖിയാമുൽ ലൈൽ. ഇപ്പോൾ റമദാനിലെ ഈ ഭാഗത്തുകളൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഖുർആനിൽ ഇതുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് തഖ്വ തന്നെയാണെന്നാണ്. അതായത് വിശുദ്ധ ഖുർആൻ സൗമിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അത് നിങ്ങൾക്ക് തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത് അത് തഖ്വ പാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ് നമ്മൾ റമദാൻ നിർവഹിക്കുന്നത്. ഈ ഖിയാമുൽ ലൈലും ഖുർആനും തമ്മിലുള്ള ബന്ധവും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വറത്തിലിൽ ഖുർആന് തർത്തീല. അതായത് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ശരിയായിക്കൊണ്ട് ഖുർആൻ നല്ല രീതിയിൽ തന്നെ തജ്വീദൊക്കെ അനുസരിച്ച് ഓതിക്കൊണ്ടാണ് നമ്മൾ ഖിയാമുൽ ലൈൽ നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പോയിൻ്റായിട്ട്
നമുക്ക് തഖ്വയെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം ചേരുമ്പോൾ, അതുപോലെ തന്നെ സക്കാത്ത് നമ്മൾ റമദാനിൽ നൽകുന്നത്, സക്കാത്തിൻ്റെ ആ വാക്കിന് അർത്ഥം തന്നെ വിശുദ്ധി പ്രാപിക്കുക, വളർച്ച എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ റമദാനുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇബാദത്തുകളുടെയും ഒരു പ്രതിഫലനമായി നമുക്ക് തഖ്വ ആർജിക്കുക. ഒരു വിശ്വാസം നേടിയെടുക്കുന്നത് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അവൻ്റെ അകം ശുദ്ധീകരിക്കുക, അവൻ്റെ തഖ്വയെ നന്നാക്കുക എന്ന് തന്നെയാണ് റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് റമദാനുമായി ബന്ധപ്പെട്ട് തഖ്വ ആർജിച്ചെടുക്കാനാവുമ്പോൾ തന്നെ നമ്മൾക്കൊരു വ്യക്തി ജീവിതം എടുക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് റമദാനുമായി ബന്ധപ്പെട്ട് തഖ്വ ആർജിച്ചെടുക്കാനായിരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അത് എത്രത്തോളം പാലിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെയാണ് ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹം 3 തരം നോമ്പുകാരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തത് സൗമുൽ ഉമൂമാണ്, സാധാരണക്കാരുടെ നോമ്പാണ്. അഥവാ സുബഹി അത്താഴം കഴിച്ചത് മുതൽ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം മഗ്രിബ് വരെയും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, വളരെ കോമൺ ആയിട്ട് എല്ലാ മുസ്ലിമീങ്ങളും എടുക്കുന്ന വളരെ സാധാരണക്കാരൻ്റെ നോമ്പാണ്. അതിനപ്പുറത്തേക്ക് ഭക്ഷണത്തിലുള്ള കേവലമായ ക്രമീകരണം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് യാതൊരു പ്രത്യേകതയുമില്ല. രണ്ടാമതായിട്ട് അദ്ദേഹം എണ്ണുന്നത് സൗമുൽ ഖുസൂസ, പ്രത്യേകക്കാരുടെ നോമ്പാണ്. പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുമ്പോൾ അവർ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ വിട്ടുനിൽക്കുമ്പോൾ തന്നെയും അവർ അവരുടെ അവയവങ്ങളെ, അവരുടെ കണ്ണിനെ, നോക്കാൻ പാടില്ലാത്തത് നോക്കാതിരിക്കുകയും കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കുക, അങ്ങനെ അവരുടെ അവയവങ്ങളെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ, അവയവങ്ങളെ തിന്മയിൽ നിന്ന് അവയവങ്ങൾ കൂടി നോമ്പെടുക്കുന്ന രൂപത്തിലേക്ക് അത് മാറുമ്പോഴാണ് അത് പ്രത്യേകക്കാരുടെ നോമ്പാകുന്നത് എന്ന് രണ്ടാമതായിട്ട് ഇമാം ഗസാലി പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഗസാലി റഹിമഹുല്ല മൂന്നാമതായിട്ട് എണ്ണുന്നത് അസ്സൗമു ഖുസൂസുൽ ഖുസൂസ്, അതിവിശിഷ്ടരുടെ നോമ്പാണ്. അതിവിശിഷ്ടരുടെ നോമ്പ് എന്ന് പറയുമ്പോൾ പ്രഭാതം തുടങ്ങിയത് മുതൽ അവൻ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് മുതൽ അവൻ അള്ളാഹുമായിട്ട് കണക്റ്റഡാണ്. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അവൻ്റെ കർമ്മങ്ങൾ, അവൻ്റെ ഓരോ ചിന്തകൾ, അവൻ്റെ ഓരോ നിമിഷവും അവൻ അള്ളാഹുവിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തഖ്വയിൽ പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ദറജ, ആ ദറജയെക്കുറിച്ചാണ് ഇമാം ഗസാലി റഹിമഹുല്ല മൂന്നാമതായിട്ട് സൗമു ഖുസൂസുൽ ഖുസൂസ് എന്ന് പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു അതിവിശിഷ്ടരുടെ നോമ്പിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അതിലെനിക്ക് വളരെ നോമ്പിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് സ്ട്രൈക്കിംഗ് ആയി തോന്നിയൊരു പദപ്രയോഗം എന്ന് പറയുന്നത് റസൂൽ പറഞ്ഞാണ് സൗമു ജുന്നത്തുൻ. നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയമാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് റമദാൻ ഈ കാലഘട്ടത്തോട് സംവദിക്കുന്നത് എന്നൊരു ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഷഹവാത്തുകളെ പിടിച്ചു നിർത്തുന്ന ഒരു പരിശീലനമാകണം നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഹദീസുകളിൽ റസൂൽ ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. നോമ്പുകാരൻ ഒരിക്കലും അസഭ്യം പറയുന്നവനാവരുത്, നോമ്പുകാരൻ മറ്റുള്ള ഷഹവാത്തുകളെ പ്രാപിക്കരുത്. അപ്പോൾ കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതുപോലും എന്താണ്, ഒരിടത്തിൽ നമ്മുടെ ആസ്വാദനങ്ങളെ ഒഴിവാക്കലാണ്. അതുമാത്രമല്ല, നമ്മുടെ ഷഹവാത്തുകളെ, ഇച്ഛയുടെ പ്രേരണകളെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ. ഇതിനുള്ളൊരു പരിശീലനമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ നമ്മളെ നോമ്പ് എടുപ്പിക്കുന്നത്. നോമ്പൊരു പരിചയമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിലൊന്നാമതായിട്ട് നമ്മുടെ നെഫ്സിനോട് തന്നെയുള്ളൊരു പരിചയമാണ്. കാരണം മനുഷ്യൻ്റെ നെഫ്സ് അതൊരുപാട് സകലമാന ആഗ്രഹങ്ങൾ കൊണ്ട്, അഭിലാഷങ്ങൾ കൊണ്ട്, സ്വപ്നങ്ങൾ കൊണ്ട്, മോഹങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞ് നിൽക്കുന്നൊരു സംഗതിയാണ്. എപ്പോഴും ഓരോ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ മനുഷ്യൻ്റെ നെഫ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധേയമായുള്ളൊരു നിരീക്ഷണമുണ്ട്. അഥവാ എല്ലാ ആഗ്രഹങ്ങളെയും, നെഫ്സ് ആവശ്യപ്പെടുന്ന എല്ലാത്തിനെയും നിർവഹിച്ചു കൊടുക്കുന്ന ഒരുവനാണ് നീയെങ്കിൽ, ആ നിൻ്റെ ഒരു ഉപമ എന്നുള്ളത് അത് തീ വിറകിനെ ആവശ്യപ്പെടുമ്പോൾ വിറക് കൊടുക്കുന്നത് പോലെയാണ്. നമുക്കറിയാം തീ എപ്പോഴാണ് വിറകിനെ ആവശ്യപ്പെടുക, തീക്ക് എപ്പോഴും വിറക് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നെഫ്സിൻ്റെ ആഗ്രഹങ്ങളും എപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അതൊക്കെയും കൊടുക്കുന്നവനായിട്ട് മാത്രം നീ മാറിയാൽ ആ നഫ്സാകുന്ന നരകത്തിലെ നരകാഗ്നിയിലെ വിറക് നീയായിത്തീരുമെന്നാണ് ആ നിരീക്ഷണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു വലിയ കടമ്പകളെ, അല്ലെങ്കിൽ നമ്മൾ മറികടക്കേണ്ട വലിയ കടമ്പകളെ റമദാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 3 കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ മനുഷ്യനെ പലപ്പോഴും അവൻ്റെ നെഫ്സ്
മറികടക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. അതിലൊന്നാമതായിട്ട് ഭക്ഷണമാണ്, രണ്ടാമതായിട്ട് നമ്മുടെ ഉറക്കമാണ്, മൂന്നാമതായിട്ട് നമ്മുടെ വിനോദങ്ങളാണ്. നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ 3 കാര്യങ്ങളും റമദാനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. കാരണം റമദാനിൽ നമ്മൾ പലപ്പോഴും അശ്രദ്ധയായി പോകാനുള്ളൊരു കാരണം നമ്മുടെ ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഉറക്കമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വിനോദങ്ങളായിരിക്കാം. അതിൽ പ്രധാനമായിട്ടും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മൻകാന ഹമ്മുഹു മാ യദ്ഖുലു ഫീ ബത്നിഹി ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്നിഹി. ഒരാളുടെ ഹമ്മ് എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചു കുലുക്കുന്ന, അവൻ്റെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാവിലെ അത്താഴം കഴിച്ച് നോമ്പെടുക്കുന്നു. അങ്ങനെ നോമ്പെടുക്കുമ്പോൾ നോമ്പൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുബഹിയൊക്കെ നമസ്കരിച്ച് വന്നതിന് ശേഷം നമ്മുടെ ചിന്ത ഇന്ന് എന്തായിരിക്കും നോമ്പ് തുറക്കാൻ, എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാകുമെന്നായാൽ മൻകാന ഹമ്മുഹു മാ യദ്ഖുലു ഫീ ബത്നിഹി, ഒരാളുടെ ഹമ്മ് അവൻ്റെ ഒരേ ഒരു ചിന്ത അവൻ്റെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണം മാത്രമായാൽ ഫഖീമത്തുഹു മാ യഖ്റുജു മിൻ ബത്നിഹി, അവൻ്റെ മൂല്യം എന്നുള്ളത് അവൻ്റെ വയറ്റിൽ നിന്ന് വരുന്ന വിസർജ്യമാണെന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ഉറക്കത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. റമദാനിൽ പ്രത്യേകിച്ചും നമ്മൾ വലിയൊരു മാറ്റത്തിലൂടെയുള്ള ഷെഡ്യൂളിലൂടെ ആയിരിക്കും റമദാനിൽ പോവുക. ആ സമയത്തും നമ്മുടെ സമയത്തെ ഇല്ലാതാക്കുന്ന ഉറക്കത്തെ നമ്മൾ ക്രമീകരിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ വിനോദങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ റമദാനിൽ ചെയ്യുന്ന റമദാനിൽ നമ്മൾ പല കാര്യങ്ങൾക്കും തടയിടാറുണ്ട്, പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാറുണ്ട്. എന്നാൽ ഈ വിനോദങ്ങളിലേക്കൊരു പരിധി, നമ്മൾ ഇന്ന് ആധുനിക കാലത്ത് കണ്ണോടിച്ചാൽ നമ്മുടെ വിനോദങ്ങളൊക്കെ സാധാരണ കളിതമാശകളുടെ അപ്പുറത്തേക്ക് നമ്മുടെ വിരൽത്തുമ്പിലാണ് നമ്മുടെ വിനോദങ്ങൾ. നമ്മുടെ വിനോദങ്ങളെ തീരുമാനിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പുകളും നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയും ഉള്ള ഒരു റമദാനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസിയാമു ജുന്നത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ് എങ്ങനെയാണ് നമുക്ക് പരിചയാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടത് ഇത്തരം ഒരു റമദാനിലൂടെയാണ്. സൗം എന്നുള്ള പദം യഥാർത്ഥത്തിൽ പുരാതന അറബികൾ അത് ഉപയോഗിക്കുന്നത് അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു കുതിരകൾ എന്ന് പറയുന്നത്. അറബികളുടെ വിനോദങ്ങളിൽപ്പെട്ട അവരുടെ വീക്ക്നെസ്സുകളിൽപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ കുതിരകളെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോൾ, ശത്രുക്കളുമായിട്ട് യുദ്ധത്തിലേർപ്പെടുമ്പോൾ അവർക്ക് കുതിരകളെ അതിന് പര്യാപ്തമാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ കായികക്ഷമത, അതിൻ്റെ വേഗത ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിന് നിർണിതമായ ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ അവർക്ക് ഭക്ഷണത്തിനും പാനീയത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ പരിശീലിപ്പിക്കുന്നതിനാണ് സാധാരണഗതിയിൽ പുരാതന അറബി ഭാഷയിൽ സൗം എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കുതിരക്ക് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങളിൽ ഭക്ഷണം വിലക്കുന്നതിലൂടെ, പാനീയം വിലക്കുന്നതിലൂടെ അതിൻ്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് അത് ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസിയിലേക്ക് വന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വന്നുപോയിട്ടുള്ള പാപക്കറകൾ, അത് പല വിധത്തിലുള്ള സംഗതികളായിരിക്കും. അതൊക്കെയും കരിച്ചു കളയുന്ന, റമദാൻ എന്നുള്ള പദത്തിൻ്റെ കൂടി അർത്ഥം കരിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയും കരിച്ചു കളയാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിശ്വാസി ആ രൂപത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ പോരാട്ടത്തിന് വേണ്ടി പ്രാപ്തമാക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒന്നാണ് സിയാമ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ നമുക്ക് എവിടെയാണ് പല സാധാരണക്കാർക്കും പിഴവ് സംഭവിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ, നമ്മളെ ഇന്ന് ഈ ഒരു റമദാനിൻ്റെ പവിത്രത, പിന്നെ റമദാൻ്റെ സമയങ്ങൾ അള്ളാഹുവുമായി ഒറ്റയ്ക്കിരിക്കേണ്ട സമയങ്ങളാണ്, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം. അപ്പോൾ നമ്മുടെ ഇബാദത്തുകളെ അതിൻ്റെ സമയത്തെ കാര്യമായി ബാധിക്കുന്നൊരു നെഗറ്റീവ് സൈഡായിക്കൊണ്ട് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ വിനോദങ്ങൾ, പ്രധാനമായി നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, നമ്മുടെ സ്ക്രീൻ ടൈമുകൾ, ഇത് റമദാനിൽ ഒരാളെ കീഴ്പ്പെടുത്തിയാൽ പിന്നെ അവന് റമദാൻ കൊണ്ട് പ്രത്യേകിച്ച് കാരണം ഉണ്ടാവില്ല. അപ്പോൾ റമദാൻ നമ്മൾ ഈ ഒരു തഖ്വ ആർജിക്കലും തസ്കിയത്തുൻ നഫ്സൊക്കെ പറയുമ്പോഴും നമ്മളെങ്ങനെ ഇതിനെ പ്രായോഗിക തലത്തിൽ ഇതിനെ പ്രയോഗവൽക്കരിക്കാമെന്ന് ആലോചിക്കണം. അപ്പോൾ എന്നറിയാം, പുതിയ കാലത്ത് ടെർമിനോളജി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, മറ്റ് നമ്മുടെ സുഖസൗകര്യങ്ങൾ ഒഴിവാക്കുക എന്നതിലുപരി നമ്മൾ സ്ക്രീനുകളെ കൂടി ഒഴിവാക്കേണ്ടതുണ്ട്. എന്നറിയാം, യുവാക്കളുടെയൊക്കെ സ്ക്രീൻ ടൈം ഒരു 20-25 വയസ്സിനുള്ള ആളുകളുടെ സ്ക്രീൻ ടൈമും ദിവസം ഒരു 6-7 മണിക്കൂറാണ് ശരാശരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ റമദാനിനെ കൂടി നമ്മുടെ സ്ക്രീനുകളുടെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമുക്ക് പിന്നീട് റമദാനിൻ്റെ ആ ഒരു പരിമളത്തെ ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ പരമാവധി പക്ഷേ പരിമിതികളുണ്ട്. കാരണം സ്ക്രീനിലാണ് നമ്മുടെ പലരുടെയും ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റി പോകുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് പഠിക്കാൻ ആവശ്യത്തിന് അവർക്കെപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ജോലി ആവശ്യമായി കൊണ്ട് സ്ക്രീൻ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലും റീൽസുകൾ കണ്ടും
നമ്മുടെ റമദാനിൻ്റെ സമയത്തെ ആ ഒരു കവർന്നെടുക്കുന്ന ഈ സോഷ്യൽ മീഡിയ കവർന്നെടുക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഭയങ്കര രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പരമാവധി ഒരു മാസത്തേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുകയോ അങ്ങനെ ബോധപൂർവം തന്നെ നമ്മുടെ സ്ക്രീൻ ടൈമുകൾ ഗണ്യമായി കുറയ്ക്കുന്ന തരത്തിലുള്ള അതിനുകൂടിയുള്ള ഒരു പരിശീലനം ശരിക്ക് 30 ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മനഃശാസ്ത്രപരമായിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഒരു 21 ദിവസം ഒരാൾക്ക് ലഭിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ മാറ്റാൻ കഴിയും എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. അതായത് സ്ക്രീനിന് മുന്നിൽ അകപ്പെട്ടു പോയ യുവജനങ്ങൾക്ക് ഒരു മാതൃക ആയിക്കൊണ്ട് മുസ്ലിം യുവാക്കളെ ഈ റമദാനിൽ അവർ പരുവപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൂടി ഈ പരിശീലനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിക്കേണ്ടതാണ്. പിന്നെ അതോടൊപ്പം ഒരു കാര്യം ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഒരാൾ നോമ്പെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാൻ്റെ കൽപ്പന അനുസരിക്കണം. അപ്പോൾ അള്ളാൻ്റെ കൽപ്പന ആ രൂപത്തിൽ അനുസരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഏറ്റവും ആവശ്യമായ അയാളുടെ ബയോളജിക്കൽ നീഡാണ് 3 നേരത്തുള്ള ഭക്ഷണം എന്നുള്ളത്, പാനീയം എന്നുള്ളത്, വെള്ളം എന്നുള്ളത്. അപ്പോൾ അതിനെ അയാൾ അള്ളാഹ്ക്ക് വേണ്ടി ബഹിഷ്കരിക്കുന്നതിലൂടെ അയാളുടെ ഒരു വിൽ പവർ, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം അയാളുടെ കയ്യിലാണ്. അയാളുടെ ശരീരവും അയാളുടെ ആത്മാവും അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് അത് എത്തിച്ചേരാണ്. ഫ്ലെക്സിബിൾ ആവാണ്, ശരീരം വളരെ ഫ്ലെക്സിബിൾ ആവാണ്. അത് പുതിയ കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടെക്നോളജിയൊക്കെ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലക്ക് കൂടി നമുക്കതിനെ വായിക്കാൻ പറ്റും തോന്നുന്നു. ശരിയാണ്, സ്ക്രീനുകൾ നമ്മളെ ഇന്നാക്റ്റീവും നിഷ്ക്രിയത്വം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് പലരും കുട്ടികളാണ് ഇതിന് മുന്നിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരു ധാരണ, അതിനൊരു അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ റമദാൻ, നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ കുട്ടിക്കാലങ്ങളിലെ റമദാൻ ഓർമ്മകൾ നമുക്ക് ഒരുപാട് പങ്കുവെക്കാനുണ്ടാവും. ഇപ്പോൾ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുക, ചിലപ്പോൾ റമദാനിന് മുന്നേ പള്ളി വൃത്തിയാക്കണം. അതൊരു നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ചേർന്ന് പള്ളികൾ വൃത്തിയാക്കുക. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളൊക്കെ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അതുപോലെ നമ്മൾ ഈത്തിക്കാഫ് സംഗമത്തിൽ ഉപ്പാൻ്റെ കൂടെ പോയിട്ടും കൂട്ടുകാരോടൊപ്പം ഈത്തിക്കാഫ് ഇരുന്നിട്ടും ഒക്കെയാണ് നമ്മൾ പള്ളിയുമായി ഒരു ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് കൂടി ഈ റമദാൻ്റെ ഒരു അനുഭൂതിയെ പകരേണ്ടതുണ്ട്. ഇപ്പോൾ നല്ല നല്ല വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് നോമ്പ് ഉറപ്പിക്കുക, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അവരെ ചേർത്തിരുത്തുക, നമ്മൾ തറാവീഹിന് പോകുമ്പോൾ അവരെ കൂടി പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഇങ്ങനെ തരത്തിൽ വരും തലമുറയ്ക്ക് കൂടി ഈ നോമ്പിൻ്റെ ഒരു അനുഭൂതിയെ അവർക്കിങ്ങനെ കാണണം. അതായത് മറ്റു 11 മാസങ്ങളിൽ നമ്മൾ അനുഭവിക്കാത്ത ഒരു വീടകം അല്ലെങ്കിൽ ആത്മീയമായൊരു ഉണർവ് കുടുംബാംഗങ്ങൾക്ക് അവരിലേക്ക് കൂടി ഈ ഒരു കൈമാറ്റം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിതിനെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ റമദാനിൽ നമുക്ക് പല കർമ്മങ്ങളുണ്ടാകും. ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ തന്നെ അദ്കാറുകൾ, എത്തിക്കാഫുകൾ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിവന്വേഷണങ്ങൾ, നമ്മുടെ ചിന്തയുടെ വികാസം, ഇതൊക്കെയും നമ്മൾ റമദാനിൽ വലിയ കൈമുതലാക്കേണ്ട വലിയ ഒരു പോയിൻ്റാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ജഅൽ യൗമന ഖൈറമിൻ അംസിന വജൽ ഗദന ഖൈറമിൻ യൗമിന. അള്ളാഹുവെ, എൻ്റെ ഇന്നലേക്കാൾ നല്ല ഇന്നിനെ എനിക്ക് നീ നൽകണമേ, എൻ്റെ ഇന്നിനേക്കാൾ നല്ല നാളെ നീ നൽകണമേ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും അതിനൊരു വില കൊടുക്കുന്നില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നമ്മളൊരു പ്രാർത്ഥന മാത്രം കൊണ്ട് നിർത്തുന്നു. എൻ്റെ ഇന്നലെ ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു, അതിനെ വെല്ലാൻ കഴിയുന്ന, അതിനെ മറികടക്കാൻ കഴിയുന്ന, അതിനപ്പുറത്തേക്കുള്ള കർമ്മങ്ങൾ ഞാൻ ഇന്ന് ചെയ്യും എന്നൊരു നിശ്ചയദാർഢ്യം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മൾ അനുഭവിക്കുന്ന വളരെ പ്രശ്നമാണ്. ഇപ്പോൾ പണ്ഡിതന്മാരൊക്കെയും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, എൻ്റെ ഒരു ദിവസം, ഞാനൊരു ദിവസം രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാനിങ്ങനെ കഴിച്ചു കൂട്ടി, എൻ്റെ തലേ ദിവസത്തേക്കാൾ കൂടുതൽ എനിക്കൊരു ഗുണവും അല്ലെങ്കിൽ ഒരു പുതിയ ഇൽമോ അല്ലെങ്കിൽ പുതിയൊരു ഗുണമോ എൻ്റെ അള്ളാഹുവിനോടുള്ള വീണ്ടും വിചാരമോ ഒന്നും എനിക്കില്ലെങ്കിൽ അതൊരു ദിവസമായിട്ട് ഞാൻ കൂട്ടുകയില്ലെന്നും, മറിച്ച് അതൊക്കെയും ഒരു വലിയ എൻ്റെ ആയുസ്സിൽ നിന്ന് വളരെ ഗുണമില്ലാത്തൊരു ദിവസമായി പോയി എന്നുള്ള വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ പറ്റിയിട്ട് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ റമദാൻ എടുക്കേണ്ട വലിയ പ്ലാനാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അറിവന്വേഷണങ്ങൾക്ക്, ഖുർആൻ പഠനങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ കൂടി നമ്മൾ സാധ്യമാകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യത്തോടെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവണമെങ്കിൽ, ഒരു കാര്യത്തോടെ നമുക്ക് അത്രയും ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമ് അതെന്താണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ തൗബ സ്വീകരിക്കപ്പെടുന്നതിലുള്ള ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്തായിട്ട് പറഞ്ഞ ഇൽമ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ആ തൗബ അള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തുക എന്നുള്ളതാണ്.
അപ്പോൾ ആ അർത്ഥത്തിൽ വിജ്ഞാന ശേഖരണത്തെ ആ രൂപത്തിൽ കൂടി നമുക്ക് പുതിയ തുറവികൾ ലഭിക്കുന്ന, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ആത്മനിയന്ത്രണം ഉണ്ട്, നമ്മുടെ വിൽ പവർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ നഫ്സും നമ്മുടെ ശരീരവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആത്മനിയന്ത്രണത്തിലൂടെ നമുക്ക് പുതിയ ചക്രവാളങ്ങളിലേക്ക് വൈജ്ഞാനികമായ പുതിയ തുറവികളിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാൻ പറ്റിയ ഒരവസരം കൂടിയാണ്. തീർച്ചയായിട്ടും ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ടും സ്വഹാബിമാരുടെയും സലഫുസ് സാലിഹ്ങ്ങളുടെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ആ രൂപത്തിൽ റമദാനിനെ കൃത്യമായി ചിട്ടപ്പെടുത്തുകയും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. കേട്ടാൽ നമ്മൾ ഒരുപാട് അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു റമദാൻ മാസം പൂർത്തിയാകുമ്പോഴേക്കും അദ്ദേഹം 60 ഖത്തം തീർത്തിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം രാവിലെ ഒരു ഖത്തവും രാത്രി ഒരു ഖത്തവും, ആ നിലക്ക് അങ്ങനെ 30 ദിവസം 2 വീതം ഖത്തം, അങ്ങനെ 60 ഖത്തം തീർത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവരൊക്കെ വലിയ പണ്ഡിതരാണ്. ഹദീസിൻ്റെ അദ്ദേഹം ഹദീസ് മജ്ലിസുകൾ, ഹദീസ് പഠിപ്പിക്കുന്ന മജ്ലിസുകൾ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുർആനിൽ പൂർണ്ണമായിട്ട് മുഴുകുന്ന, ഖുർആനെ നിരന്തരം വായിക്കുന്ന, അതിനെ പഠിക്കുന്ന, അതിനെ തദബ്ബുർ നടത്തുന്ന രൂപത്തിലേക്ക് പണ്ഡിതന്മാർ സമയം ചെലവഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ്, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഖത്തം തീർക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ മറ്റെല്ലാ വ്യവഹാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഖുർആനിൽ എത്തിക്കാഫിരിക്കുകയാണ്. ഖുർആനെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് അവരവരുടെ സമയത്തെ സൂക്ഷ്മമായി ചെലവഴിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ചേർത്ത് വെക്കാനുള്ളത്, ഇതൊക്കെയും നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അതൊക്കെ അവരൊക്കെ പണ്ഡിതന്മാരല്ലേ, നമ്മളൊക്കെ അവരുടെ അത്ര ദർജയിലില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ പല പല ഭരണകാലഘട്ടങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ഇതിനൊക്കെ സമാനമായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സവിശേഷമായിട്ടും ഒരുപാട് പഠനങ്ങൾ വന്ന ഒന്നാണ് ഒട്ടോമാൻ ഭരണകാലത്തെ ഒരു നോമ്പുകാലം. അപ്പോൾ അതേ പറ്റിയിട്ട് പറയുന്നത്, ആളുകൾ ഓരോരോ കടകളിലേക്ക് കയറി ചെല്ലും, എന്നിട്ട് അവിടെ കടങ്ങളുള്ള അല്ലെങ്കിൽ പറ്റുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് അല്ലെങ്കിൽ ആ പറ്റ് ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ആ കടങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരാൾ വിട്ടും. അപ്പോൾ അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ കടം വീട്ടിയ ആൾക്കറിയില്ല താൻ ആരുടെ കടമാണ് വീട്ടിയതെന്ന്. കടം വീട്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അഥവാ കടമെടുത്ത് ആ കടയിൽ പ്രയാസം നിൽക്കുന്ന ആ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പറയില്ല ആരാണ് തൻ്റെ കടം വീട്ടിയതെന്ന്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ള ഒരു പ്രവാചക വചനത്തിൻ്റെ ഒരു പ്രായോഗികവൽക്കരണം കൂടി അവർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ തെരുവിൽ ഒരു വലിയ പെട്ടി സ്ഥാപിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ബോക്സ് സ്ഥാപിക്കും. എന്നിട്ട് അതിൽ കഴിയുന്നവർക്ക് പണം ഇടാനുള്ള ഒരു അവസരം നൽകും. അങ്ങനെ പൈസ ഉള്ള ആളുകൾ, സമ്പത്തുള്ളവരൊക്കെ അതിൽ പണം നിക്ഷേപിക്കും. എന്നിട്ട് ആ പാവപ്പെട്ടവർക്ക് അതിൽ നിന്ന് ആവശ്യാനുസരണം എടുക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരുപാട് വലിയ സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴും പണ്ഡിതന്മാരുടെ അടുത്ത് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മുടെയൊക്കെ രൂപത്തിലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള, പഠിക്കുന്ന, അതുപോലെ തന്നെ പണിയെടുക്കുന്ന ആളുകൾ തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് തങ്ങൾക്ക് കഴിയുന്നത് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നുണ്ട്. ആ ചിലവഴിക്കലുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ടായിത്തീരും ദുനിയാവിലും ആഖിറത്തിലും എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പല ആൾക്കും തോന്നും എങ്ങനെയാണ് ഇത് പ്രയോഗവൽക്കരിക്കുക ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഫെബ്രുവരി പകുതിയോടുകൂടിയാണ് നമുക്ക് ഇപ്രാവശ്യം നോമ്പെത്തിയത്. അതുകൊണ്ട് തന്നെ പല ആളുകളും, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എക്സാമുകൾ നോമ്പ് എടുത്തുകൊണ്ട് എഴുതേണ്ടി വരും. അതിനുവേണ്ട പഠനങ്ങൾ, രാത്രി ഉറക്കൊഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, അവർക്ക് വെയിലത്തും പുറത്തിറങ്ങി മറ്റും ജോലി ചെയ്യേണ്ട ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലേശതകൾ യഥാർത്ഥത്തിൽ റമദാനിൽ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത്, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ, വബത്തല്യത്തിൽ ഉറൂഖു സബത്തല്ലജിൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനെ നമ്മുടെ ജീവിതവുമായി മൊത്തത്തിൽ, അതായത് നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന വരച്ച് കാട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ മുതൽ സുബീഹ് മുതൽ മഗ്‌രിബ് വരെ വെള്ളം പോലും കുടിക്കാതെ സ്വാഭാവികമായിട്ട് ദാഹം ഉണ്ടാവും ഒരാൾക്ക്, അതുപോലത്തെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് പറയാണ് ദഹബത് ദമൗ വബത്തല്ലത്തിൽ ഉറൂഖു, അതായത് എൻ്റെ ദാഹമൊക്കെ പോയി, എൻ്റെ നാഡിനരമ്പുകൾ ഇതാ നനഞ്ഞിരിക്കുന്നു. പിന്നീട് പറയുന്നത് സബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിന് വേണ്ട പ്രതിഫലം അത് ഇൻഷാ അല്ലാഹ് എനിക്ക് ലഭിക്കും. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതായത് നമ്മൾ അനീതിക്കെതിരെ പോരാടുമ്പോൾ, അക്രമത്തിനെതിരെ നിലകൊള്ളുമ്പോൾ, ഒരു മുസ്ലിം ആയിക്കൊണ്ട് ഇന്നത്തെ ഒരു ഇന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും.
നമ്മൾ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ സ്വഹാബിമാരും ഇസ്ലാം ഒരിക്കലും ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിം സമൂഹം ജീവിച്ചിട്ടില്ല. അവർക്ക് ഈ ലോക വ്യവസ്ഥയോട്, അതാണ് ഇന്ന് നമ്മൾ ഫലസ്തീനിലേക്ക് കാണുന്നത്. അപ്പം ഇത്തരത്തിൽ ദുനിയാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് സിജനാണ്, ജയിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ പറയുന്നത് എന്താ? സബത്തുൽ അജ്റു ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ലോകാവസാനം നമ്മൾ മഹ്ശറിൽ എത്തി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ നമ്മൾ നോമ്പെടുത്ത പോലെ തന്നെ നമ്മൾ അനുഭവിച്ച ക്ലേശതകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം സ്വർഗമായി ലഭിക്കും. ആ ഒരു സ്വർഗം ലഭിക്കുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതോടുകൂടിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം യഥാർത്ഥത്തിൽ ധന്യമാകുന്നത്. ഒരിക്കൽ അഹ്നാഫ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു താബി പണ്ഡിതനോട്, അദ്ദേഹം വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ്, അയാൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സഹോദര താങ്കൾ ഇത്രത്തോളം വിഷമതകൾ അനുഭവിക്കുമ്പോൾ ഇങ്ങനെ നോമ്പെടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി, അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഹയറായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ അള്ളാഹു എനിക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്താണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിക്കുക എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള നമ്മുടെ മൊത്തം എനർജി നൽകുന്ന ഒരു പവർ ഹൗസ് ആയിട്ട് റമദാൻ മാറുന്നുണ്ട്. അങ്ങനെ ഒരു ഊർജ്ജ സ്രോതസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സലഫ് സാലിഹ്ങ്ങളുടെ ഒക്കെ ചരിത്രം എടുക്കുമ്പോൾ അതിനൊക്കെയുള്ള പ്രചോദനം കൂടിയാണ്. അതിലൊക്കെ പോരാടാൻ നല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ ഫഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറാദത്തുൽ ആഖിറയും അതോടൊപ്പം സഅയ് പരിശ്രമം ഉണ്ടാകുമ്പോൾ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ, അള്ളാഹിൻ്റെ വിജയം നമ്മളിലേക്ക് എത്തുന്നുള്ളതാണ്. അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.